യഥാർത്ഥ വിജയാരെന്നറിയുവോ? നിസ്കാര തടമ്പുള്ളവനല്ല, താടിക്ക് നീളമുള്ളവനല്ല, പള്ളിയിലെ ഇമാമല്ല, ഹാഫിളല്ല, ആലിമല്ല. ഏറ്റവും നല്ല വിജയാരെന്നറിയുവോ? ഏറ്റവും വലിയ വിജയാരെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ മലക്കുൽ മൗത്ത് തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് പടച്ചവനെ ഒരു വിഭാഗം മലക്കുകൾ കാലിന്റെ തള്ളവൽ നിന്ന് മുട്ടുവരെ, അവിടെ നിന്ന് മറ്റൊരു വിഭാഗം മുട്ടുമുതൽ അരവരെ, അവിടെ നിന്നൊരു വിഭാഗം അര മുതൽ നെഞ്ചു വരെ, അവസാനം അല്ലാഹുവേ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് അതാ റൂഹ് ഇങ്ങനെ കടന്നു വരുമ്പോ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് ആ റൂഹ് ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയമുണ്ടല്ലോ, ആ അവസാന സമയം, ആ അവസാന നിമിഷം നിന്നെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ആർക്ക് കഴിയുന്നുണ്ടോ അവനാണ് യഥാർത്ഥ വിജയം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണം എപ്പോഴാണെന്ന് അല്ലാഹുവിന് മാത്രമേ പറയാൻ പറ്റൂ. 5 കാര്യങ്ങൾ അല്ലാഹുവിന് അറിയുന്ന 5 രഹസ്യങ്ങളുണ്ട്. ആ 5 രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യം, സിറാജ് എപ്പോ എവിടെ കടന്ന് എങ്ങനെ മരിക്കും, അത് അല്ലാഹുവിന് മാത്രമേ പറയാൻ കഴിയൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഴമ്പിലും താടിയിലും ഒന്നും ഒരു കാര്യമില്ല. നിസ്കാര തഴമ്പിലും താടിയിലും ഹജ്ജ് ചെയ്തു, ഖുർആൻ പഠിച്ചു, ഹാഫിൾ, ആലിം, അതിലൊന്നും ഒരു കാര്യമില്ല. ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നത് അവന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറയാൻ നിന്റെ നാവ് പൊങ്ങി നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരണമുണ്ട്. പക്ഷേ നമുക്കങ്ങോട്ട് തിരിയണില്ല. വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുവച്ചു, ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുവച്ചു, ചെറിയ കുട്ടികളുടെ ജനാസ കൊണ്ട് കബറടക്കി, എത്ര കണ്ടാലും കൊണ്ടാലും നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്നത്തെ വയല് മരണത്തിന് വേണ്ടി ഒരുങ്ങാനുള്ളതാ. അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ, ഉറക്ക അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരുങ്ങിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട, ഒരുങ്ങിക്കൂടെ? ഉറച്ചൊരു തീരുമാനം. കാരണം ഇവിടുന്ന് വീടെത്തിയില്ലെങ്കിലോ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ, അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നേരെ ഇരിക്ക്. നല്ല മരണം വേണമെന്നുള്ളവരൊന്ന് കൈപൊക്കിക്കേ. നല്ല മരണം. എന്താ വാപ്പ പൊക്കാൻ വയ്യേ? പൊക്കിക്കോ, ഇന്ന് അവസാന രാത്രിയാ, നാളെ ഇതേ സമയത്ത് ഇവിടുത്തെ പള്ളിക്കാട്ടില്ല. അള്ളാഹു നല്ല യാത്ര തരുമാറാകട്ടെ. ഇതപ്പോ ആമീൻ പറയാ ഒരു മടി. അള്ളാഹു നല്ല യാത്ര തരുമാറാകട്ടെ. നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയും? ചില VVIP കളുണ്ട്. VIP അല്ല, ചില VVIP കളുണ്ട്. അവരുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ഫാനൊന്ന് മാറ്റിക്കോപ്പാ. ഒരു പ്രാണി വായിക്കാൻ പോയി അത്തട്ടാ. ഒരു പ്രാണി അകത്ത് പോയപ്പോൾ തന്നെ ഇത്ര പ്രശ്നം. അപ്പൊ കബറിൽ പോയി കിടക്കുമ്പോൾ എത്ര എണ്ണത്തിന് തിന്നാനുള്ളതാ അല്ലേ? ഖുർആനിലൊരു ചരിത്രം പറയുന്നുണ്ട്. ഒരു പ്രാണി ഒരുത്തന്റെ തലയ്ക്കകത്ത് പോയിട്ട് അല്ലാഹു ഒരു വലിയൊരു അഹങ്കാരിയെ നശിപ്പിച്ചു. ആരാ? അപ്പൊ കാറൂന് ആരങ്ങണ്ടല്ലായിരുന്നല്ലേ? ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ, ഞാനാ വലിയ ആളെന്ന് പറഞ്ഞ നടന്ന നമ്രൂദ് ഉണ്ടല്ലോ, അവന്റെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അവനെങ്ങനെ ചത്തത്? ഒരു പ്രാണി മൂക്കിനകത്തോടെ അകത്ത് കയറിപ്പോയി. അവസാനം അവൻ തന്നെ പറഞ്ഞു തല്ലി പൊട്ടിക്കാൻ എൻ്റെ തല. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ തരുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസവ. അള്ളാഹു ഒരുപാട് അഹങ്കരിച്ചവരെയൊക്കെ അള്ളാഹു തലകീഴാറ്റെടുത്തെടുത്ത് മറിച്ച മാസം. അള്ളാഹു നമുക്ക് നന്മ നൽകുമാറാകട്ടെ. റബ്ബിന്റെ സഹായം കിട്ടിയവർ അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഇവിടൊക്കെ ഈ വെള്ളപ്പൊക്കം ഉണ്ടായോ? കുറ്റിത്തിരുവാരൊക്കെ രക്ഷപ്പെട്ടിട്ടാ. പക്ഷെ എന്നും വെള്ളിയാഴ്ച ആവണമെന്നില്ല, എന്നും അങ്ങനെ ആകണമെന്നില്ല. വെള്ളപ്പൊക്കൊക്കെ ഇങ്ങനെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇവിടെ നിന്നൊക്കെ ഉള്ളവരൊക്കെ നല്ല പ്രവർത്തനങ്ങളൊക്കെ നടക്കും. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരുമാറാകട്ടെ. നാലിച്ചുവയ്ക്ക് കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ ദുആ ചെയ്തു, അല്ലാഹ് വെള്ളം കുറയണം, വെള്ളം കുറയണം, വെള്ളം കുറയണം. ഇപ്പൊ ദുആ ചെയ്യുന്നു, വെള്ളം തരണം, വെള്ളം തരണം, വെള്ളം തരണം. നാലിച്ചുവയ്ക്ക്
നമുക്കൊരുപാട് പാഠങ്ങളുണ്ടെന്ന്. എന്ത് പഠിക്കാൻ? കഴിഞ്ഞ ഒരു വർഷം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്തൊരു മാസം, മറക്കാൻ കഴിയാത്തൊരു വർഷമായിരുന്നു. എന്തിന്? റമളാൻ മാസത്തിൽ പോലും അല്ലാഹ് വിട്ടില്ലല്ലോ. റമളാൻ മാസത്തിൽ പോലും എന്തിന്? പെരുന്നാളിന്റെ തലേ ദിവസം വരെ ഉരുൾപൊട്ടി മുസ്ലിമീങ്ങൾ താമസിക്കുന്നിടത്ത്. എന്തൊക്കെയായിരുന്നു? ഓക്കി വന്നു, പിന്നെന്താ ഒരു വൈറസ് പനി വന്നില്ല, എന്താ നിപ. മയ്യത്ത് പോലും കൊണ്ടുപോയിട്ട് വാപ്പാടെ മയ്യത്ത് അടക്കുന്നത് മക്കള് മാറി നിന്ന് കാണുക. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചന്ദ്രനിൽ പോയ ഒരാളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. നിപ വൈറസ് വന്നിട്ട് മരിച്ച മനുഷ്യന്റെ മയ്യത്ത് അതുപോലെയുള്ള വസ്ത്രം ധരിച്ചിട്ട് 6 അടി മണ്ണല്ല, സാധാരണ 6 അടി മണ്ണിന്റെ കുഴിയെടുക്കും. കബറിന് 6 അടി, അവിടെ 12 അടി 12 അടിയുള്ള ഖബറിന്റെ അകത്തേക്ക് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബർ ഇറക്കി വെക്കുന്ന കാഴ്ച കണ്ടവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദുരന്തങ്ങൾ പത്രങ്ങളും മറ്റൊന്നല്ല അനുഭവിച്ചവർക്ക് അത് അറിയത്തുള്ളൂ. അനുഭവിച്ച ഞാനൊക്കെ പള്ളിയിൽ പോലും പോകാൻ കഴിയാതെ പന്തളത്ത് പോയി നോക്കുമ്പോൾ ഒരു പുഴ ഒഴുകുക കണ്ണിന്റെ മുന്നിൽ കൂടെ. ചങ്ങനാശ്ശേരി പരിസര പ്രദേശങ്ങളിലൊക്കെ അള്ളാഹു പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ ഒരുപാട് പാഠങ്ങളുണ്ട്. എന്തിനാ ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പല സ്ഥലങ്ങളിലും നമ്മളോട് പറഞ്ഞു, നീ എന്തേ ചിന്തിക്കാത്തെ? ഖുർആനിൽ എന്തിനാന്നേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെയും കാറൂനിന്റെയും ഒക്കെ ചരിത്രം എന്തിനാ നമുക്ക്? അയാളുടെ അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത അള്ളാഹ് പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ചരിത്രങ്ങൾ 100ഓളം ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാ ഈ ചരിത്രമൊക്കെ പറഞ്ഞു തന്നെ? പഠിക്കടാന്ന് മനസ്സിലാക്കാനാ. ഈ ദുരന്തം നമുക്ക് എത്രയോ പാഠങ്ങൾ തന്നു. അള്ളാഹു പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏറ്റവും വലിയൊരു പാഠം എന്തെന്നറിയോ? നമുക്ക് ഈ ദുരന്തം തന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ പാഠം ദുആഇന്റെ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തന്നു. ദുആഇന്റെ മഹത്വം ഒന്ന് ആലോചിക്കേ. ഒരൊറ്റ വെള്ളിയാഴ്ച ദിവസം മനസ്സറിഞ്ഞിട്ട് നമ്മളൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്തില്ല. ഒറ്റ വെള്ളിയാഴ്ച രാവ്, ഒരേ ഒരു വെള്ളിയാഴ്ച ഒരേ മനസ്സോടുകൂടി എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിലേക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തപ്പോ ഒരൊറ്റ അടിക്കല്ലേ വെള്ളം അള്ളാഹ് മഴ നിർത്തി തന്നെ. എവിടെ പോയി വെള്ളം വെക്ക? ഒറ്റ ദുആ. അതാ ദുആഇന്റെ പ്രാധാന്യം, ദുആഇന്റെ മഹത്വം. ഇഖ്ലാസോടുകൂടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ആത്മാർത്ഥമായിട്ട് വെള്ളിയാഴ്ച മിഹ്റാബിൽ നിന്നിട്ട് ഒന്ന് കരഞ്ഞപ്പോ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിച്ചു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യാൻ പറയുന്നത് വെറുതെ എന്നല്ല. നിങ്ങൾ ചോദിക്കും എന്തോടാ വഅലിന് മുമ്പ് ദുആ, വഅലിന് ശേഷം ദുആ, എല്ലാം ദുആ, എന്താ ദുആയുടെ പ്രതിഫലം എന്തേ? മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ എപ്പോഴും ദുആ ചെയ്യുമ്പോൾ മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം പരിചയമുണ്ടാകും അത്രേ. നമ്മൾ എപ്പോഴും ദുആ ചെയ്താൽ അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം നല്ല പരിചയമാ. നീ ഏതെങ്കിലും ഒരു കുരുക്കിൽ പെട്ടിട്ട് ഒരു വേദനയോടുകൂടി നീ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ മലക്കുകൾ അള്ളാഹുവിനോട് പറയും, പടച്ചോനെ ഈ ശബ്ദം നല്ല പരിചയം, ഇത് സിറാജിന്റെ ശബ്ദമാ. അവൻ എവിടെയോ പെട്ടുകിടന്നിട്ട് കരഞ്ഞു ദുആ ചെയ്യുന്ന റബ്ബേ, അവന്റെ ദുആ നീ സ്വീകരിക്കണേ എന്നും മലക്കുകൾ അള്ളാഹുവിനോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മലക്കുകൾക്ക് പോലും നമ്മുടെ ശബ്ദം പരിചയമുണ്ടാകണം, അത്രയ്ക്കും ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇതിന്ന് ഇവിടെ പഠിച്ച പാഠം, ഒന്നാമത്തെ പാഠം അതായിരുന്നു. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു വർഗീയത. എവിടെ പോയി മനുഷ്യ വർഗീയതയൊക്കെ? വെള്ളിയാഴ്ച നിസ്കരിച്ചത് അമ്പലത്തിനകത്ത്, പെരുന്നാൾ നിസ്കരിച്ചത് ക്രിസ്ത്യാനി പള്ളിക്കകത്ത്. അലച്ചയ്ക്ക് എടാ, നമ്മളൊക്കെ ഒരു പാത്രത്തിൽ നിന്ന് തിന്ന് ഒരുമയോടുകൂടി കടന്നു. അള്ളാഹു ആ സൗഹാർദ്ദം എന്നും നിലനിർത്തി തരുമാറാകട്ടെ. 2, 3 കുടുംബക്കാരുടെ വീട്ടിൽ പോകാൻ ഒരുത്തിനും സമയമില്ല. പാപ്പാട അനിയൻ, ചേട്ടൻ, മാമ, മച്ച, ഉമ്മാടെ കുടുംബക്കാർ, സമയമില്ല. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ആ പാവത്തിന്റെ വീട്ടിലാണ് നീ ഒരാഴ്ച പോയി കടന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലേ? നിനക്ക് നിന്റെ ഉമ്മാടെ കുടുംബം, അനിയത്തിയുടെ വീട്ടിൽ പോകാം, ഏട്ടത്തിയുടെ വീട്ടിൽ പോകാം, കൂടപ്പുറപ്പിന്റെ വീട്ടിൽ പോകാൻ സമയമില്ല. തിരക്കായിരുന്നു എല്ലാവർക്കും. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ അവിടെ പോയിട്ട് ക്യാമ്പ് അടിച്ചിട്ട് ആഴ്ചകളോളം കടന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അയൽവാസികൾ പുച്ചവ, ഇല വീണ അടി, എന്താ ഒരു മരത്തിന്റെ ശിഖരത്തിന്റെ പേരിലടി. നിനക്ക് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഓടി വന്നത് അയൽവാസിയായിരുന്നു, നിനക്ക് വല്ലതും പറ്റിയോന്ന് പറഞ്ഞു. അയൽവാസികൾ ആദ്യം നിന്റെ വീട്ടിലേക്ക് ഓടി വന്നത് കുടുംബക്കാരായിരുന്നില്ല. അള്ളാഹു ആ ബന്ധം നിലനിർത്തി തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുമ്പോഴേ അയൽവാസിയുടെ വില അറിയാത്ത പലരുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുമ്പോ താടിയിലും തഴമ്പിലൊന്നും കാര്യമില്ല. ഒരു മനുഷ്യൻ മരിക്കുമ്പോ അവന്റെ അയൽവാസികൾ 3 വീട്ടുകാർ അവനെ കുറിച്ച് നല്ലത് പറഞ്ഞ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ അയൽവാസി എന്താ പറയും? ഓൻ പോയത് സന്തോഷമായി, അൽഹംദുലില്ലാ, പോയി കിട്ടിയല്ലോ. എടാ, നീ
മരിക്കുമ്പോൾ നിന്റെ വീടിന്റെ പരിസരത്തുള്ള 3 പേര് നിന്നെക്കുറിച്ച്, നിന്റെ പരിസരത്തുള്ള 3 വീട്ടുകാര് നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 എല്ലാവർക്കും പലർക്കും സമയമില്ല. വാപ്പാനും ഉമ്മാനെ നോക്കാൻ സമയമില്ല. കാരണം എല്ലാവരും ജോലിക്കാരാ. വാപ്പായും ഉമ്മായെ നോക്കാൻ ആർക്കും സമയമില്ല. ഭർത്താവ് ആദ്യം, പിന്നെ ഭാര്യ. എല്ലാവരും ജോലിക്കാർ. ഉമ്മായും വാപ്പായി നോക്കാൻ വയ്യാതെ അവസാനം വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടിട്ട് ഫ്ലാറ്റുകൾ തേടിയിട്ട് മക്കളൊക്കെ പോയി. സത്യം. മാതാപിതാക്കളെ നോക്കാൻ സമയമില്ലാതെ മക്കളൊക്കെ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ അള്ളാഹു ഫ്ലാറ്റിന്റെ മുകളിൽ വെള്ളം കയറ്റി. ഉമ്മ താമസിക്കുന്ന വൃദ്ധസദനത്തിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടായിരുന്നു, കിടക്കാൻ കട്ടിലും മെത്തയുണ്ടായിരുന്നു. അള്ളാഹ് ഇവനെ കൊണ്ടിട്ടത് ഒന്നുമില്ലാത്ത സ്കൂളിന്റെ വരാന്തയിൽ കൊണ്ടിട്ടു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതിനേക്കാളും വലിയ സദനത്തിൽ അള്ളാഹ് കൊണ്ടിട്ടു. അള്ളാരാ എന്നെക്കാളും കാഞ്ഞ ബുദ്ധിയില്ല അള്ളാഹിക്ക്. പടച്ചോൻ നിസ്സാരനല്ലല്ലോ. എടാ, നീ ഉമ്മാനെ കൊണ്ട് വൃദ്ധസദനത്തിൽ നീ പോയി കിടക്കണ സ്കൂളിന്റെ വരാന്ത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, AC-യിലേ കിടക്കൂ. കറണ്ട് ഇല്ലെങ്കിൽ വലിയ ബേജാറായി. ഇൻവെർട്ടർ ഇല്ലേ, പടച്ചവൻ എന്തൊക്കെയായിരുന്നു. കൊതുക് തിരിവില്ല, ഒന്നുമില്ല, വിളക്കുമില്ല. പോയി കടന്നില്ലേ? കഴബൽക്കോട്ടിലെ നീ കിടക്കത്തുള്ളൂ. ഉടുത്തിരുന്ന മുണ്ടുരിഞ്ഞിട്ടാ മനുഷ്യന്മാര് സ്കൂൾ വരാന്തേ കിടന്നേ. പെണ്ണുങ്ങളൊക്കെ ഇട്ടിരുന്ന ഷാള് തറയിലിട്ടിട്ട് കിടക്കണ കാഴ്ച. മന്തി ബിരിയാണി തിന്നത്തുള്ളൂ അല്ലേ, ബ്രോസ്റ്റർ അല്ലേ. ഓരോ വണ്ടി വരുമ്പോഴും നോക്കും വല്ലതും കൊണ്ടുവരുന്നുണ്ടോ പടച്ചവനെ, ബിസ്ക്കറ്റാണോ അല്ലേ. ഓരോ സ്കൂളിലേക്ക് ഓരോ വണ്ടി വരുമ്പോഴും നോക്ക എന്താ ഉള്ളേന്ന്. വീടിന്റെ മുകളിൽ നിന്നിട്ട് എറിഞ്ഞു കൊടുക്കുന്ന പഴം ജീവിതത്തിൽ ഒരിക്കൽ പോലും ക്യാച്ച് എടുത്തിട്ടില്ല. ചാടിയെടുക്ക, എന്നിട്ട് 50-50 തിന്നുന്ന അവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ചിരിക്കാൻ പറഞ്ഞല്ല മനുഷ്യ, ഇതൊക്കെ ഒരു പാടാ. ജീവിക്കാൻ പഠിച്ചില്ലേ? ഇപ്പോ ജീവിക്കാൻ പഠിച്ചില്ലേ? എല്ലാരും ജീവിക്കാൻ പഠിച്ചു. മറക്കാതെ ആ ജീവിതം അങ്ങോട്ട് നല്ലപോലെ ആക്കിക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു മനുഷ്യനെ നിസാരമായി കാണാൻ പാടില്ല. എല്ലാവരും മുക്കുവന്മാര്, കടപ്പുറം നിവാസികൾ എന്ന് പറഞ്ഞാൽ പുച്ഛവാ ചിലർക്കൊക്കെ. കടപ്പുറംകാരെന്ന് പറഞ്ഞാൽ പുച്ഛമായിരുന്നു. ആ പാവപ്പെട്ടവന്മാരെ ഉണ്ടായിരുന്നുള്ളൂ രക്ഷപ്പെടുത്താൻ അല്ലേ. ഒരാളെയും പുച്ഛമായി നിസാരമായി കാണരുത്. അവരെ ഉണ്ടായിരുന്നല്ലോ നമ്മളെ സഹായിക്കാൻ പലരെയും. അള്ളാഹു അവർക്ക് അർഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഓരോ ദുരന്തവും നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്നുണ്ട്. എന്നിട്ടും പഠിക്കുന്നുണ്ടോ? പടച്ചവൻ ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭൂമി കുലുങ്ങി. ഇവിടെ പരിസരത്താ കുലുങ്ങിയത്, ഭൂമി കുലുങ്ങി. തീരുന്നുണ്ടോ? അള്ളാഹുവ പടച്ചവനെ ഒരു കാലത്തും ഇല്ലാത്ത വരൾച്ചയാ വരാൻ പോകുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ ആണിനും കല്യാണം കഴിക്കാം, ആണിനും പെണ്ണ് കെട്ടാം, പെണ്ണിനും കെട്ടാൻ കുഴപ്പമില്ല. എല്ലാം ആയില്ലേ. എൻ്റെ പൊന്നു മനുഷ്യന്മാർ, ഇതെല്ലാം കൂടെ ഇടിഞ്ഞ് തലേ വീഴാൻ സമയമായി. വേണമെങ്കിൽ പെട്ടെന്ന് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിക്കോ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുക, നീ ഇരിക്കണ സദസ്സിലിരിക്കണ ചിലര് മരിക്കുമ്പോൾ അസ്റായിൽ അലൈഹിസ്സലാമിന്റെ കൂടെ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകും. ജിബ്രീലിനെ കണ്ടിട്ട് മരിക്കാം. രണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ലോകത്തെ സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം തീരൂല. ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം തീരാത്ത സമയമാ. ആ സമയത്ത് ചിലർക്ക് ദാഹമുണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 ചിലർക്ക് അല്ലാഹു മരണവേദന കുറച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആ VVIPകളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ VVIPകളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആ കൂട്ടത്തിൽ പെട്ടൂടെ? 3 കാര്യം ചെയ്താൽ മതി, കൂടുതലൊന്നും വേണ്ട. 3 കാര്യം ചെയ്താൽ ഇങ്ങനെയുള്ള മരണം കിട്ടും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ആ 3 കാര്യം പറഞ്ഞു തരട്ടെ? വേണമെന്നുള്ളവരെന്ന് കൈവക്കിക്ക്. 10:55 ആകുമ്പോൾ ഞാൻ പറയും കേട്ടോ. എത്ര മണിക്ക്? 11 മണിക്ക് വഴന്നു നിർത്തും. 10:55 ആകുമ്പോൾ ആ 3 കാര്യം പറയും. ആവശ്യമുള്ളവ ഇരുന്നാൽ മതി, അല്ലാത്തവൻ പൊക്കോളി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണത്തിന്റെ രംഗമാണ് ഞാൻ പറഞ്ഞേ. മരണത്തിന്റെ രംഗം പറഞ്ഞു. ഒരു മനുഷ്യന്റെ റൂഹ് പിടിച്ചു. നല്ല മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയാണ്, മോശമായ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന ഇതൊക്കെ നമുക്കറിയാം, ഞാൻ പറയുന്നില്ല. അവിടെ നിന്ന് റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും മലക്കുകൾ മുഴുവനും ആകാശ
ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, നിസ്കരിച്ചുകൊണ്ട് ഖുർആൻ ഓതി സ്വലാത്തുകൾ പറഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാ അതാ മലക്കുകൾ ഇറങ്ങി വരികയാണ്. പടച്ചവനെ വല്ലാത്ത ചിരിക്കുന്ന മുഖത്തോടെ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ടാണ് അവര് കടന്നു വരുന്നത്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അവരിങ്ങനെ കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പാത്രത്തിൽ നിന്ന് വെള്ളം ചരിക്കുന്നത് പോലെയാണ് അവന്റെ റൂഹ് പിടിക്കുന്നത്. എണ്ണക്കകത്ത് കിടക്കുന്ന നൂല് വലിച്ചെടുക്കുന്നത് പോലെ മയമായിട്ടാണ് അവന്റെ റൂഹ് പിടിക്കുന്നത്. ആ സമയത്ത് മലക്കുകൾ അവന്റെ ചാരത്ത് നിന്നിട്ടവന് അതാ സ്വാഗതം അരുളുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ചുറ്റുഭാഗത്ത് നിന്നിട്ട് മലക്കുകളെ സ്വാഗതം പറയുകയാണ്. പടച്ചവനെ അവരാനതാ മനുഷ്യനയതാ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ റൂഹതാ പിടിക്കുകയാണ്. അവസാനം അത് പടച്ചവനെ ഒന്നാം ആകാശത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് കോടാനികോടി മലക്കുകള് രണ്ടാം ആകാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവസാനം അല്ലാഹുവിന്റെ മുന്നില് അവിടെ നിന്ന് ഇല്ലീൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുചെല്ലുകയാ. പ്രവാചകനപടന്ന് പറയുന്ന മോശമായ ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ മലക്കുകളെ കാണേണ്ട താമസം പിടഞ്ഞു വീഴുകയാണ്. അല്ലാഹുവേ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മൃഗങ്ങളെ ചാകുന്നത് പോലെ കണ്ണു തള്ളിയിട്ട് വായിലൂടെ നുരയും പതകി മൊലിപ്പിച്ചിട്ട് അവൻ ഈ ലോകത്തോട് യാത്ര പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ നാട്ടുകാര് മുഴുവനും വന്ന് കണ്ടുകടിഞ്ഞു. നാട്ടുകാര് മുഴുവനും വന്ന് കണ്ടുകടിഞ്ഞു. പള്ളിക്കാട്ടില് കബർ ഒരുങ്ങി. അല്ലാഹുവേ, മയ്യത്ത് കെട്ടിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഈ സദസ്സിലിരിക്കുന്നവര് നാളെ ദുഹറിന്റെ സമയത്ത് നിന്റെ വീട്ടിൽ നടക്കുന്ന രംഗമാണ്. അല്ലാഹുവേ, ഇന്ന് വയല് കടിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. നാളെ രാവിലെ പടച്ചവര് കുറ്റിത്തെരുവ് പള്ളിക്കട മിനാരത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, നാളെ നിന്റെ വീട്ടിലെ ടാർപ്പ വലിച്ചു കെട്ടുകയാ. നിന്റെ കുടുംബക്കാര് മുഴുവനും നിന്നെ കാണാൻ വരികയാണ്. അവസാനം മയ്യത്ത് കെട്ടില് കൊണ്ടുവന്നു, കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു. ഉസ്താദന്മാര് ദുആ ചെയ്തു. നിന്റെ ജനാസ റബ്ബേ ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുചെല്ലുകയാ. അതാ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. പിന്നെ നിന്റെ ജനാസ പള്ളിയിൽ നിന്ന് പള്ളിക്കാട്ടിലേക്ക് ഇറക്കുമല്ലോ. നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്ന പുതിയ വീട്ടിലേക്ക് നിന്റെ ജനാസ കൊണ്ടിറങ്ങുമ്പോ മുൻകറും നക്കീറും വരുന്നതിന് മുമ്പ് ഖബറിലേക്ക് മുൻകറും നക്കീറും എന്ന് പറയുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ. അവര് ഖബറിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഞാനും നിങ്ങളും നേരിടേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ മലക്കുകൾ ഖബറിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ചില കാര്യങ്ങൾ നേരിടേണ്ടവരാ. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ നിന്റെ ജനാസ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് കാണേണ്ടവര് മുഴുവനും കണ്ടു കഴിഞ്ഞു. അതാ മയ്യത്ത് കെട്ടിനകത്തിരിക്കുന്ന സ്ട്രെച്ചറിനകത്ത് നിന്റെ ജനാസ എടുത്തു വെച്ചിട്ട് അല്ലാഹുവേ കബറടക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒന്നാമതായി നടക്കുന്ന സംഭവം എന്തെന്നറിയുവോ? മഹാനായ ജാബിർ റളിയല്ലാഹു തആല പറയുകയാ, ആ മയ്യത്തിനോട് ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒന്നാമത്തെ രംഗം എന്തെന്നറിയുമോ? എല്ലാ മയ്യത്തിനോടും ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചെറുപ്പക്കാരാ നാവുണ്ടടാ, ഖബറിനെ സംസാരിക്കുന്ന നാവുണ്ട് പൊന്നുമോരെ. ഖബർ ഒരുപാട് കാര്യങ്ങൾ എന്നോടും നിങ്ങളോടും പറഞ്ഞു തരുന്നുണ്ട്. പള്ളിക്കാട്ടില് പലരെയും കൊണ്ടുപോയി നിന്നെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന എത്രയോ പേരുടെ പച്ച ശരീരം കൊണ്ട് മണ്ണില് കുടിച്ചിട്ടവനല്ലോ. ആ പള്ളിക്കാട്ടിലേക്ക് പോയി നിൽക്കുന്ന സമയത്ത് നിനക്ക് എവിടെയോ 6 അടി മണ്ണിന്റെ സ്ഥലമുണ്ടടാ. ആ ഖബർ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. നീ കേൾക്കാനിട്ടാ ചെറുപ്പക്കാരാ, നീ കേൾക്കാനിട്ടാണ് വാപ്പോ. നിനക്കത് കേൾക്കാൻ സമയമില്ലല്ലോ. അവിടെ നിന്നല്ലേ രാഷ്ട്രീയം പറയുന്നത്, അവിടെ നിന്നല്ലേ പച്ചയിറച്ചി നിന്നുന്നത്, അവിടെ നിന്നല്ലേ നീ തമാശ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. മഹാനായ അലിയാർ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് സംസാരിക്കാൻ പാടില്ല. ദുനിയാവിന്റെ കാര്യം പറഞ്ഞാൽ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും, 30 വർഷം ചെയ്ത അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് അലിയാർ തങ്ങൾ പറഞ്ഞു തരുമ്പോ അതിലെ ഒരു സ്ഥലം ഏതെന്നറിയുവോ? ഖബർസ്ഥാനാണ് ചെറുപ്പക്കാരോ. പള്ളിക്കാട്ടിൽ പോയി നിന്ന് സംസാരിക്കല്ലോ. 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലമാണ് പൊന്നുമോരെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെ നിന്ന് ചിരിക്കല്ലേടോ, അവിടെ നിന്ന് തമാശ പറയല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പള്ളിക്കാട്ടിൽ നിന്ന് ചിരിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുമ്പോ കുറ്റിത്തെരുവ് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. എങ്ങനെയാ കടന്നു വരുന്നത്? പട്ടിയുടെ കോലത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, ഖബർ പള്ളിക്കാട് നിനക്ക് തമാശ പറയാറുള്ളതല്ലോ, നിനക്ക് ചിരിക്കാനുള്ളതല്ലോ, രാഷ്ട്രീയം പറയാനുള്ളതല്ലോ, വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ. ആ പള്ളിക്കാട്ടിൽ നിന്ന് കരകണ്ട സ്ഥലമാണ്. അല്ലാഹുവേ, പ്രവാചകൻ അവിടുന്ന് പറയുകയോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, ആ ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിലേ, ആ ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കില്, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ ശുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സദരി. ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചെങ്ങാട് നീ അറിഞ്ഞിരുന്നെങ്കിലോ, നീ ഭക്ഷണം കഴിക്കൂല, നീ വെള്ളം കുടിക്കൂല, നെഞ്ചത്തടിച്ച് കരഞ്ഞു വിളിച്ചിട്ടല്ലാതെ നിനക്കതിന് കഴിയില്ല എന്ന് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, കളിക്കണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ, ഖബർ നിനക്ക് ചിരിക്കേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അതാ മരണത്തെ കുറിച്ച് ഓർത്തിട്ടല്ല, പരലോകത്തെ കുറിച്ച് ഓർത്തിട്ടല്ല, നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ച് ഓർത്തിട്ടല്ല, വിചാരണയുടെ രംഗത്തെ കുറിച്ച് ഓർത്തിട്ടല്ല, സിറാത്ത് എന്ന് പറയുന്ന പാലത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഉസ്മാൻ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എപ്പോഴെന്നറിയുമോ? അത് ഖബർ കാണുന്ന സമയമായിരുന്നു പൊന്നുമോരെ, അത് ഖബർ കാണുന്ന സമയമായിരുന്നു ചെറുപ്പക്കാരാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബർ നമ്മളോട് സംസാരിക്കുകയാണ്. പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടന്നവരെ, നിന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് ജനങ്ങൾ ചുമന്നുകൊണ്ടിറങ്ങുകയാണ്. നിന്റെ വാപ്പയുണ്ട്, നിന്റെ കൂടപ്പിറപ്പുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്, നിന്റെ കുടുംബക്കാരുണ്ട്, എല്ലാവരും നിന്റെ ജനാസ ചുമന്നുകൊണ്ടിറങ്ങുമ്പോ ഖബർ വിളിക്കുന്ന, എടാ വൃത്തികെട്ടവരെ, എടാ അഹങ്കാരി, ഇന്നെന്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാമടാ.
സ്വഭാവം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാ. ഒരുപാട് നിന്നെ ഉപദേശിച്ചതല്ലോ, ഒരുപാട് നിന്നോട് നികരണം എങ്ങനെയാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാ. എന്റെ പ്രിയമുള്ളവരെ, ഓരോ മയ്യത്തിനോടും ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനാസ ഖബറടക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോൾ ഖബർ ആദ്യം ആ മനുഷ്യനോട് സംസാരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്ക നബിയുനാ റസൂലുള്ളാഹി. നമുക്കെല്ലാവർക്കും കേൾക്കാം. അല്ലാഹു കേൾക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നീ വിചാരിച്ച ഓരോ മനുഷ്യനെയും പള്ളിക്കാട്ടി കൊണ്ട് കുഴിച്ചിടാൻ വെറുതെ അല്ല അല്ലാഹ് അതിങ്ങനെ പറഞ്ഞിരിക്കണേ. കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞത്, എടാ കുഴിച്ചിടുമ്പോൾ നീ ഒരു ദിവസം ഇങ്ങനെ പോകേണ്ടവനാ. നീ ഇനി മുതൽ പള്ളിക്കാട്ടി പോകുമ്പോൾ ചിന്തിക്കണം, നിന്നെ എവിടെയോ അള്ളാഹു സൃഷ്ടിക്കാൻ ഒരു പിടി മണ്ണ് വാരിയ സ്ഥലമുണ്ട്. ആ സ്ഥലം നിന്നോട് പറയുന്നുണ്ട്, സിറാജേ നേരെ ചൊവ്വ നടന്നോടാ, നീ ഇങ്ങോട്ട് വരാനുള്ളവനാ. എന്റെ മുകളിലൂടെ നീ അഹങ്കരിച്ച് നടന്ന അവസാനം എന്റെ വയറ്റി വരുമ്പോൾ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മയ്യത്തിനോട് ആദ്യമായിട്ട് ഖബറാണ് സംസാരിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ഖബർ സംസാരിക്കുന്നു. അതുകൊണ്ട് ആ മൃഗങ്ങൾ പള്ളിക്കാട്ടി നിൽക്കാത്ത, ഓടാ കയറും പൊട്ടിച്ചിട്ട് ഓടാ നിൽക്ക. കാരണം എന്തേ? ചുമന്നുകൊണ്ട് പോകുന്ന വാപ്പയുടെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്ന മക്കളോട് വാപ്പ പറയാ, മോനെ കൊണ്ടുപോകല്ലേടാ, എന്നോടൊരൽപ്പമെങ്കിലും നിനക്ക് ദയയും സ്നേഹം ഉണ്ടെങ്കിൽ ഉപ്പാനെ കൊണ്ടുപോയി ആ കുഴിയിടല്ലേ. ഇങ്ങനെ ഉപ്പ വിളിച്ചു പറയാ. ഉപ്പാടെ ആത്മാവ്, ഉമ്മാന്റെ ആത്മാവ്, സഹോദര നിന്റെ കൂട്ടുകാരന്റെ ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറയും. അത് കാണാൻ വയ്യാത്തോണ്ടാ മൃഗങ്ങളൊക്കെ ഓടുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ജനാസ കൊണ്ടുപോയി ഇനി എത്ര പറഞ്ഞാലും ഒരാളും നിന്നോട് കരുണ കാണിക്കില്ല. കൊണ്ടുപോയി അകത്തോട്ടിടും. അള്ളാഹുവേ ഒരു പിടി മണ്ണ് വാരി വെച്ചു, പലകയെടുത്ത് നിരത്തി. പിന്നെ മത്സരമാണ് മണ്ണ് വാരിയിടാൻ. അള്ളാഹുവേ മണ്ണ് വാരിയിടാൻ എന്തോ വലിയൊരു ആഘോഷം പോലെയാ. പച്ചയായ ഒരു മനുഷ്യന്റെ ശരീരത്തേക്ക് മണ്ണ് വാരിയിടുമ്പോ രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഞാനും നിങ്ങളും കേൾക്കാൻ പോകുന്ന രണ്ടാമത്തെ രംഗമെന്തെന്നറിയുമോ? തമാശയല്ല ചെറുപ്പക്കാരാ, തമാശയല്ല പെങ്ങള്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, രണ്ട് പള്ളിക്കാട്ടിൽ കിടക്കുന്ന സർവ്വ ഖബറാളികളും നിന്നോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പള്ളിക്കാട്ടിലെ സർവ്വ ഖബറാളികളുടെ സംസാരവും നമുക്ക് കേൾക്കാ. ചെറുപ്പക്കാരാ, ഒരുപാട് പേരുടെ മയ്യത്ത് കൊണ്ട് ഖബറടക്കിയവനല്ലേ, ഒരുപാട് പേരുടെ ജനാസ ഞാനും നിങ്ങളും കൊണ്ടുപോയി ഖബറടക്കിയവരല്ലേ. നിന്റെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും മണ്ണ് വാരിയിടുമ്പോ നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്ന മനുഷ്യനാണെങ്കിൽ അവനെ വിളിക്കുന്നു, എടാ വൃത്തികെട്ടവരെ, എടീ വൃത്തികെട്ടവളെ, എടാ നശിച്ചു പോയവനെ. അല്ലാഹുവേ നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികൾ മുഴുവനും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിന്നെ ശപിക്കുകയാ. എന്തിനാണ് ശപിക്കുന്നതെന്നറിയുമോ? അവര് ചോദിക്കുന്നു, എടാ നീയല്ലേടാ എന്റെ മയ്യത്ത് കുളിപ്പിച്ചത്, നീയല്ലേ എന്റെ ജനാസ പൊതിഞ്ഞത്, നീയല്ലേ ഖബറിന്റെ അകത്തിന്റെ ജനാസ ഇറക്കി വെച്ചത്, എനിക്ക് ഖബർ വെട്ടിയത് നീയായിരുന്നില്ലേടാ. എടാ എനിക്ക് തൗബ ചെയ്യാ സമയം കിട്ടിയില്ല, എനിക്ക് അല്ലാഹുവോട് ചെയ്തു പോയ പാപങ്ങളും നീ ഏറ്റുപറയാ സമയം കിട്ടിയില്ല. നിനക്കല്ല ഒരുപാട് അവസരം തന്നല്ലോ, ഒരുപാട് ചാൻസ് തന്നല്ലോ. എടാ ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ മതിയായിരുന്നല്ലോ, അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തരുമായിരുന്നല്ലോ. പറഞ്ഞില്ലല്ലോടാ, നീ ഒരു തൗബ ചെയ്യാതെ മരിച്ചു പോയല്ലോടാ. നിന്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികൾ മുഴുവനും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്യാതെ മരിക്കരുത്, തൗബ ചെയ്യാതെ മരിക്കരുത്. തൗബ ചെയ്തിട്ട് മരിക്കാവോ? തൗബ ചെയ്തിട്ട് മരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മജ്ലിസിനോട് ഓതിയ സദസ്സാണ്. അല്ലാഹുവേ ഈ സദസ്സിന്റെ അവസാനം ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത തൗബ
തൗബ ചെയ്തിട്ട് പിരിയാ. ഈ സദസ്സിൽ നിന്ന് തൗബ ചെയ്തിട്ട് പിരിഞ്ഞു പോകുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ ഇന്ന് രാത്രി മരണപ്പെട്ട ആ മനുഷ്യന്റെ ജനാസ നാളെ കുറ്റിത്തെരുവ് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് നിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ മറ്റുള്ള ഖബറാളികൾക്ക് നാളെ പെരുന്നാളിന്റെ ആഘോഷമോ, അവർക്ക് വല്ലാത്ത സന്തോഷമോ, നാളെ ഉത്സവമാണ്. ചെറുപ്പക്കാരോ, തൗബ ചെയ്ത ഒരു മനുഷ്യന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ ഖബറാളികൾക്ക് വല്ലാത്ത സന്തോഷമോ. എന്താണ് കാരണമെന്നറിയോ? എന്താണ് കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ മാത ശാബുൻ തായിബുൻ യർഫഉല്ലാഹു അദാബ മിൻ മഖാബിരിൽ മുസ്ലിമീന 40. പടച്ചവരെ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഒരു തെറ്റുണ്ടല്ലോ, അല്ലാഹുവേ ഞാനൊരു തെറ്റ് ചെയ്തു തമ്പുരാനേ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞോ, നിന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന 40 ഖബറാളികൾക്ക് നിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കും. നിന്റെ മഹത്വം കൊണ്ട്, നിന്റെ മഹത്വം കൊണ്ട് നിന്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നീ മാത്രമല്ല രക്ഷപ്പെടുന്നത്, നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്നവർ പോലും, നിന്റെ ഖബറിന്റെ പരിസരത്ത് കിടക്കുന്ന മറ്റുള്ള ഖബറാളികൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, ഇന്ന് തൗബ ചെയ്യാതെ പിരിയല്ലേ പൊന്നുമോരെ. ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് പിരിഞ്ഞു പോയാ നിനക്ക് കിട്ടുന്ന പ്രതിഫലമല്ലോ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമല്ല ഞാൻ പറഞ്ഞത്. നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്നവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്തെല്ലാം പാപങ്ങൾ ചെയ്ത പൊന്നുമോള്, ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തവളല്ലേ, എവിടെ കൊണ്ട് കഴുകിക്കളയാറോ. അതുകൊണ്ട് പെങ്ങളെ, തൗബ ചെയ്യാതെ പിരിയാ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഒരു ജനാസ ഖബറിന്റെ അകത്തിറക്കി വെക്കുമ്പോ ആ ഖബറിന്റെ ചാരത്തുള്ളവർ മുഴുവനും ആ മയ്യത്തിനോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മൂന്നാമത്തെ രംഗമെന്തെന്നറിയുവോ? മൂന്നാമത്തെ രംഗമെന്തെന്നറിയുവോ? ചെറുപ്പക്കാരാ, അല്ലാഹുവേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരികയാ, പൊന്നുമോനെ, ഖബറിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെക്കുമല്ലോ. ഏതൊരു മനുഷ്യന്റെയും ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു, പലകയെടുത്ത് നിരത്തി, എല്ലാവരും ഖബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരി എറിഞ്ഞു. അവസാനം അല്ലാഹുവേ, ഖബറിന്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞു, 2 ചെടികളെടുത്ത് നട്ട് കഴിഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളമെടുത്തിട്ട് ഖബറിന്റെ മുകളിൽ ഒടിച്ചു കഴിഞ്ഞു. പള്ളിയിലെ ഉസ്താദ് ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വന്നു. പള്ളിയിലെ ഉസ്താദ് ഖബറിന്റെ ചാരത്ത് വന്നു. അവിടെ നിന്നൊരു ഫാത്തിഹ ഇടുമല്ലോ, അവിടെ നിന്നൊരു ഫാത്തിഹ പോതുമല്ലോ. എന്നിട്ട് എല്ലാവരും ഖബറിന്റെ മുകളിൽ നിന്ന് സൂറത്തു യാസീൻ, അല്ലാഹുവേ, ഖബറിന്റെ ചാരത്ത് നിന്ന് യാസീൻ ഓതുമല്ലോ. എല്ലാ ചെറുപ്പക്കാരാ, അതാ ഉസ്താദന്മാര് യാസീൻ ഓതുമ്പോ ചിലർ പറയും, ഉസ്താദിന് കഥാ കൈമടക്ക് കെട്ടുന്നതിന് വേണ്ടിയാ. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവര്, എടാ, മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതുന്നത് എന്തിനെന്നറിയോ? ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യർഫഉ അൻഹു അദാബ 40 യൗമാ.
മരിച്ചുപോയ നിന്റെ വാപ്പയുടെ ഖബറിന്റെ മുകളില് നിന്നിട്ട് യാസീൻ ഓതിയാ 40 ദിവസം അല്ലാഹു നിന്റെ വാപ്പയോട് കരുണ കാണിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിന്റെ മുകളില് ചെന്ന് നിന്നിട്ട് ആത്മാർത്ഥമായിട്ടൊരു യാസീൻ ഓതിയാ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെടുകയാ. അല്ലാഹു അദാബുകളെ തൊട്ട് കാക്കുകയാണ്. പടച്ചറപ്പ് കരുണ കാണിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ ചെറുപ്പക്കാരാ ഖുർആനിനെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൽ റഅയ്തഹു ഖാസിയം മുതസദ്ദിയം മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഖുർആനെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ ഇറക്കിയിരുന്നെങ്കിൽ ഭയന്നിട്ട് ആ പർവ്വതം പോലും പൊടിഞ്ഞു പോകുമായിരുന്നു. ചെറുപ്പക്കാരാ, എന്തേ മോരെ ചിന്തിക്കാത്തത്? എന്തേ ചെറുപ്പക്കാരാ ചിന്തിക്കാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അതാ മയ്യത്തിന്റെ ഖബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതിയാൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് ഇത്രയും പ്രതിഫലം കിട്ടുമെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് ഖുർആൻ ഓതുന്നവനാണെങ്കിൽ, ഖുർആൻ ഓതിയവനാണെങ്കിൽ, ഖുർആൻ പഠിച്ചവനായിരുന്നെങ്കിൽ, ഖുർആനിനെ ഇഷ്ടപ്പെട്ടവനായിരുന്നെങ്കിൽ, ഖുർആനിനെ സ്നേഹിച്ചവനായിരുന്നെങ്കിൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? മൂന്നാമത്തെ രംഗം ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ ഉസ്താദെ ഖബറിന്റെ മോളി വെച്ച് യാസീൻ ഓതുന്നത്? കൈമടക്കോല്ലം മേടിക്കാനാ? അല്ലടാ അനിയ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതിയാൽ 40 ദിവസം അല്ലാഹു ആ മയ്യത്തിനോട് കരുണ കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സാലിഹായ സന്താനങ്ങളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. മക്കളെ കിട്ടിയിട്ട് കാര്യമില്ല, വെറുതെ 3-4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയാൽ നല്ലത് കിട്ടണം, കിട്ടിയാൽ നല്ല മക്കളെ കിട്ടണം. എങ്ങനത്തെ മക്കള്? എങ്ങനത്തെ മക്കള്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കിട്ടുവാണെങ്കിൽ സാലിഹായ സന്താനം കിട്ടണം. ചില മക്കളെ കണ്ടിട്ടില്ലേ? അള്ളാഹ് വലിയ മക്കളാ, താടിയുണ്ട്, തഴമ്പുണ്ട്, വലിയ ആൾക്കാരൊക്കെയാ, വഅദിന് മുൻസബിലുണ്ട്, ദുആ ചെയ്യാനുണ്ട്, സദക്ക കൊടുക്കാനുണ്ട്, എല്ലാ കാര്യത്തിനും മുമ്പിലുണ്ട്. വാപ്പായും ഉമ്മായും കൊണ്ട് പള്ളിക്കാട്ടി കൊണ്ടിട്ടാ പിന്നെ ആ പരിസരത്തോട്ട് പോകത്തില്ല. എന്തിനാ ഇങ്ങനെയുള്ളവന്മാര്? എന്തിനാ ഇങ്ങനെയുള്ളവന്മാര്? കിട്ടിയിട്ട് പ്രയോജനമില്ല. വാപ്പായും ഉമ്മായും കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, അവരായി അവരുടെ പാടായി, അങ്ങോട്ട് പിന്നെ പോയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളതിനെ കിട്ടിയിട്ട് കാര്യമില്ല. എന്ത് പറഞ്ഞു? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മരിച്ചവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനം. അങ്ങനെയുള്ള മക്കളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അങ്ങനെയുള്ള മക്കളിൽ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങോട്ട് വന്നപ്പോഴും മജ്‌ലിസ് നൂറിൻ്റെ സദസ്സിൽ വെച്ചിട്ടൊരു ചെറിയ കുട്ടി, അവനാണെന്ന് തോന്നുന്നു, എന്നോട് പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്യണം, ഞാൻ ഖുർആൻ പഠിക്കാം, 5 ജുസു ആണെന്ന് തോന്നുന്നു. ഏതൊരു കുട്ടി എന്നോട് പറഞ്ഞു, അള്ളാഹു ആ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവനെ നല്ല പഠിക്കാനുള്ള ഓർമ്മയും ബുദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മക്കളതാ, മാതാപിതാക്കൾ. ഈ 2 ദിവസം മുമ്പ് ഒരിടത്ത് വഅദിന് പോയപ്പോൾ ഒരു കുട്ടി പറയുന്നു, ഉസ്താദെ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ വാപ്പായും ഉമ്മയും വിടുന്നില്ല. അങ്ങനെ ചില സാധനങ്ങൾ. അവന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവൻ 100 രൂപ തന്നിരിക്കുന്നത് എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ പഠിക്കാൻ വിടാനുള്ള ആഗ്രഹം കിട്ടാൻ. അങ്ങനെയും മക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിൻ്റെ മുകളിൽ വെച്ച് ഖുർആൻ ഓതിയ ഖബറിൻ്റെ അകത്ത് കിടക്കുന്ന മനുഷ്യൻ ഈ പ്രതിഫലമാണെങ്കിൽ, അകത്ത് കിടക്കുന്നവൻ ഖുർആൻ ഓതിയ കിട്ടുന്ന പ്രതിഫലം എന്തായിരിക്കും? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവാഹത്തിൻ്റെ 1-ാമത്തെ രാത്രി മണിയറയിൽ കടന്നവരാ നമ്മളിൽ പലരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കല്യാണം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കുക. എന്താ വാപ്പ നിങ്ങൾക്ക് പൊക്കാൻ ഒരു മടി? ഓർമ്മിപ്പിക്കല്ലേ ഉസ്താദെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇങ്ങോട്ട് വയലിന് വന്നപ്പോൾ പലരും എന്നോട്, ഞാൻ ആദിക്കാട്ട് കുളങ്ങരയിൽ പറഞ്ഞത് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള കടമകളെ കുറിച്ചാണ്. എൻ്റെ വിഷയം തന്നെ ഞാനിന്ന് പെണ്ണുങ്ങളെ കുറിച്ച് പറയണം. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ 3 പേരും പറഞ്ഞത്, ഉസ്താദെ പെണ്ണുങ്ങളെ കുറിച്ചൊന്ന് വയല് പറയണം കേട്ടാ. ഭർത്താക്കന്മാരെ വരച്ച വരെ നിർത്തുന്ന ചില പെണ്ണുങ്ങളുണ്ട്.
ഭർത്താക്കന്മാരെ ചീത്ത വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. നിങ്ങൾ ആദിക്കാട്ട് കുളങ്ങര വയല് പറഞ്ഞപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഭർത്താവിന്റെ കടമയാ ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല, ഭാര്യയെ ചീത്ത വിളിക്കാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭർത്താവിന്റെ ബാധ്യതയാണ് ഭാര്യയുടെ മുഖത്തടിക്കരുത്, ഭർത്താവിനെ ചീത്ത വിളിക്കരുത്. ആ വയത് കേട്ട ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു, എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇവിടെ പെണ്ണുങ്ങൾ തിരിച്ചു വിളിക്കണ വിളി വല്ലാത്ത വിളിയാ, ഒന്ന് പറഞ്ഞേക്കണേ. വിളിച്ചോ, പെണ്ണുങ്ങളൊക്കെ വിളിച്ചോ, നല്ലതുപോലെ വിളിച്ചോ. അവസാനം ഒരു വിളി വിളിക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. സാരമായി തള്ളിക്കളയാനല്ല എൻ്റെ പ്രിയപ്പെട്ടവർ. ഞാൻ പെണ്ണുങ്ങളെ ഒന്നും പറയൂല, ഞാൻ പെണ്ണുങ്ങളെ ഒന്നും പറയൂല. ആ പെണ്ണിന്റെ ഭർത്താവ് ആണാന്ന് പറഞ്ഞ് നടക്കുന്നില്ല, അവനെ കുറിച്ച് ആലോചിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദ, ഒരു കാലത്തും സ്വർഗ്ഗത്തിൽ കടക്കാത്ത 3 ഭർത്താക്കന്മാരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഒരു കാലത്തും അള്ളാന്റെ സ്വർഗ്ഗത്തിൽ കിടക്കാത്ത 3 ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ കള്ളുകുടിയനല്ലെന്ന്, പലിശ തിന്നുന്നവനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ആരാ 3 ഭർത്താക്കന്മാരെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദ, ഒരു കാലത്തും സ്വർഗ്ഗത്തിൽ കിടക്കാത്ത 3 ഭർത്താക്കന്മാർ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ കൂട്ടത്തിൽ നിന്റെ പേരുണ്ടോന്ന് അറിയണോ? അറിയണോ? നീ ഉണ്ടോന്ന് അറിയണോ? താല്പര്യമുള്ളവരെന്ന് കൈവക്കിക്കേ. എന്തേ വാപ്പാ, ഇപ്പൊ തന്നെ ഉറപ്പിച്ചോ? നീ വെക്കണില്ല. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? ഭാര്യയുടെ അടിമയായിട്ട് കഴിയുന്ന ഭർത്താവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് ഭർത്താവ്? റക്കപ്പറ. നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ പറയും പെൺകോന്തൻ. ഇവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ലൈവ് ഉണ്ടോടാ വാഴത്? ഇവിടെ നാട്ടിൽ പെണ്ണടിമ, പെണ്ണും പിള്ള പറഞ്ഞ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ അങ്ങോട്ട് പോയി, യന്ത്രവാ, ചലിക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും. ഭാര്യയുടെ അടിമയായിട്ട് കഴിയുന്ന ഭർത്താവ്. അള്ളാഹു കാക്കുമാറാകട്ടെ. ചില ഭർത്താക്കന്മാരെ കണ്ടാ വിചാരിക്കും ഇവനെ കെട്ടിയത് അവളാണെന്ന വിചാരം. പെണ്ണ് കെട്ടിയത് ആരാ? ഭർത്താവിനെ ഞാൻ കെട്ടി. അങ്ങനെ ചില പെണ്ണുങ്ങൾ. അള്ളാഹു ആലം, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ ചെറുപ്പക്കാരാ, ഉസ്താദെ ഞാൻ പറഞ്ഞ അവള് കേൾക്കൂല. ഉസ്താദെ നാണമില്ലേ വാപ്പ നിനക്കിത് പറയാൻ? നാണമില്ലേ? നീ കെട്ടിയ നീ ചെലവിന് കൊടുക്കണം. നിന്റെ പെണ്ണും പിള്ളയെ നിരക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഭർത്താവ് എന്ന് പറഞ്ഞ് നടക്കണേ? അല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. തല്ലണോന്നല്ല ഞാൻ പറഞ്ഞത്. വയല് കഴിഞ്ഞിട്ട് പള്ളി വന്നാ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പോകും. അസറിന് വന്നതാ. അസറിന് വന്നാ പിന്നെ പടച്ചവന് അസർ മുതൽ മഗ്രിബ് വരെ പള്ളിയിൽ സലാത്തും പറഞ്ഞ് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതി ഹദ്ദാദ് ഓതി ഇശായി നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോ കാലിന്റെ മോളിൽ കാലും കെറ്റിയിട്ട് ടിവിയുടെ ഫ്രണ്ടിലിരിക്കുക ആമിന, രാജാവ് റാണി ഇരിക്കണ പോലെ. ഈ മനുഷ്യൻ കേറി ഇങ്ങനെ മിണ്ടാതല്ലാ പോയി അങ്ങ് മിണ്ടാ പോവാ. അള്ളാഹു വെറുതെ വിടത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി.